ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പോത്ത് ഈവനിങ് വിട്ടിട്ട് കുറേ നേരം കേട്ടോ. ഈ പോത്തുകൾ നമ്മൾ പഴയ പോലെ തിരിച്ചു വരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. പക്ഷെ പറഞ്ഞപ്പോൾ തൊട്ടാണ് ഇതിൻ്റെ തനി സ്വഭാവം കാണുന്നത് കേട്ടോ. ഇത് നേരെ ഇതാ വഴി കാണുന്നുണ്ട്. ഇത് ഈ വഴി കൂടെ അവിടെ എത്തിയത്രേ. അതുകൊണ്ട് ഇപ്പോൾ ഇതാ പിന്നെ അപ്പു അവിടെ പോയിട്ട് ആട്ടിയിട്ട് വന്നാണ് ഗൈസ്. പറഞ്ഞാലും കേൾക്കില്ല പോത്തുകൾ. നമുക്ക് ചളിയിലൊക്കെ കിടന്ന് ഫുള്ളും ചളിയാണ്. എത്ര കഴുകി കൊടുത്തിട്ടും കാര്യമില്ല. നിൽക്കൂ അപ്പോൾ അതാ വരുന്നുണ്ട്. അതിൻ്റെ വേഷം കണ്ട ഒരു ചളിയിൽ കിടന്നിട്ടില്ലേ ഫുള്ളും ചേറാണ്. അതിനിപ്പോൾ എന്ത് ചെയ്താലും മാറണമില്ല കേട്ടാ. അതിനിപ്പോൾ നന്നായിട്ട് തേച്ച് കഴുകാനും വേണം. എത്ര കഴുകണം നമ്മൾ. ബാ കുത്തം മിക്കോ ഇന്ന് പൂത്ത് വയ്ക്കാൻ വന്നിട്ട് അപ്പോൾ മിക്കും കളിക്കാൻ കേട്ടോ. എനിക്ക് വയ്യ, ഞാനിവിടെ റെസ്റ്റ് എടുക്കണം ഗൈസ്. ഞാൻ ഇവിടെ ഇരിക്കുക. പൂത്തുകൾ കണ്ട് അപ്പുറത്ത് മെയ്യുന്നുണ്ട്. കൈകാലൊക്കെ വേദനിച്ചിട്ട് നമ്മളിതാ കാലൊക്കെ നീട്ടി ഇവിടെ ഇരിക്കണം ഗൈസ്. മിക്കും മിക്കൂസ് പറഞ്ഞാലേ കേൾക്കില്ല, ഇതിൽ കൂടെ ഓടും. ഇവൻ്റെ ബാക്കിൽ ഓടി ഓടി മതിയാവും കേട്ടോ. അതാ നമ്മുടെ പോത്തപ്പന്മാർ മെയ്യുന്നു. ഇവിടെ കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ വലിച്ചിട്ട് ഓടും. രാവിലെയാണെങ്കിൽ നേരെ ആ സൈഡാണ് മെയ്യാൻ പോകും. അപ്പോൾ അവിടെ തന്നെ കൊണ്ടുപോയി കഴുകിയിട്ട് അങ്ങനെ കൊണ്ടുവരാം. ഹായ് പറയ്. മിക്കൂസിന് കുറേ ഫാൻസ് ഉണ്ടല്ലോ. മിക്കു ഹായ് പറയോ. മിക്കൂസ് വേണ്ട, നോക്ക് നോക്ക് നടക്കണം നോക്ക്. മിക്കൂസ് പറഞ്ഞാൽ കേൾക്കാണ്ട് പോവുകയാണ്. നമ്മളുടെ പോത്തപ്പന്മാരില്ലേ ചളിയിലൊക്കെ കിടന്ന് ഉരുണ്ടാലാണ്, അതായത് ചളിയും മണ്ണൊക്കെ അവൻ്റെ ശരീരത്തെ പറ്റുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ കളറ് വരുള്ളൂ കേട്ടോ. അതായത് ഇവർ ചളിയിലും മണ്ണിലൊക്കെ കിടക്കണം. എന്നിട്ട് അല്ല കറുപ്പ്. എന്നെ അപ്പു വെറുതെ ട്രോളുണ്ട് ഗൈസ്. നമ്മൾ പണ്ട് പോത്ത് വളർത്തിയത് കൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പണ്ട് ഇങ്ങനെ നമ്മളുടെ അവിടെ ഇങ്ങനെ മേയാനുള്ള സൗകര്യങ്ങളില്ല. കാരണം വീട്ടിൻ്റെ താഴെ പാവലും ഗൈസ് എന്താ പറയുക സംഭവം ഈ അപ്പു പറഞ്ഞ പോലെ ജയിലിലിട്ടതൊന്നുമല്ല കേട്ടോ. നമ്മളുടെ അവിടെ പാവലും അതുപോലെ തന്നെയാണ് നെൽകൃഷിയും ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞാൽ അപ്പുവിൻ്റെ ഇവിടെ പറഞ്ഞാൽ നെൽകൃഷി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ് കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ല് അടുത്തത് ഇടുന്ന വരെ പാടത്ത് മേയാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇതാ ഇവിടെ ഇങ്ങനെ പറമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ അവിടെ പറയാൻ ഇതുപോലെ സ്ഥലങ്ങളില്ല. റോഡും പിന്നെ താഴെ ഫുൾ പാടങ്ങളാണ്. അപ്പോൾ അവിടെ പാവലിടും. പാവലിട്ട് കഴിഞ്ഞാൽ പഞ്ചയിടും. പഞ്ചയിട്ട് കഴിഞ്ഞാൽ ഒരു മാസം 2 മാസം ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ പോത്തുകളൊക്കെ മേയ്ക്കാനും പാടത്തൊക്കെ ഇറക്കാനും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പാടത്ത് വിടും. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ചെറിയൊരു ഇത്രയുള്ളൊരു തൊടിയുണ്ട്. അവിടെ നമ്മൾ കാലാറാൻ വിടും. അതുതന്നെയാണ് എന്നെ ഇങ്ങനെയൊക്കെ അപ്പോൾ പറയുന്നത് ഗായ്സ്. പോത്തുകൾക്ക് നന്നായി ഓടി മേയാനുള്ള സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ പോത്ത് നമ്മൾ തൊഴുത്തി കിടന്നുകൊണ്ട് സിമെൻറ്റൊക്കെ ഇട്ട് തേച്ചതുകൊണ്ട് അവരവിടെ നിൽക്കുമ്പോൾ അവരിൻ്റെ ഒരു കളറ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചളിയിലൊക്കെ മാറ്റി മണ്ണിലൊക്കെ കെട്ടിയപ്പോഴാണ് ശരിക്കൊരു ബ്ലാക്ക് കളർ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചളിയിലൊക്കെ കെട്ടിയിട്ടാലാണ്, അതുപോലെ ചളിയിലൊക്കെ ഇവർ കിടന്നാലാണ് ഇവൻ്റെ ശരിക്കത്തെ കളറ് വരുള്ളൂ. നമ്മൾ പുള്ളി തന്നെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഒരു കളർ ഒരു ചാര കളർ പോലെ ആവണം കേട്ടോ. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമ്മളിതവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളുടെ പോത്തുകൾ അതാണ് നീങ്ങുന്നുണ്ട്. അപ്പൂ മിക്കൂസ് അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അതാണ് ഞാൻ പോത്തുകളിനെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പറയാനുള്ള കാരണം. അപ്പോൾ ആരൊക്കെ പോത്ത് വളർത്തുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പോത്തുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ പോത്ത് മേയിച്ച് കഴിയാറായില്ല, അവർ മേഞ്ഞ് വരും. അപ്പോൾ ഗായ്സ് ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെടാം നമ്മുടെ വീഡിയോസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും. ബൈ.